റെക്കോർഡ് ചെയ്തില്ല, അതുകൊണ്ട് അവിടെ മുട്ടുന്നുണ്ട് വാതില്, കുഴപ്പമില്ല. യെസ്, അപ്പൊ നമ്മള് സ്റ്റെപ്സ് കഴിഞ്ഞു. അപ്പൊ അടുത്തത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി നമ്മൾ ഈ പറയുന്ന സെലക്ഷൻസ് ഒക്കെ നടത്തുമ്പോഴില്ലേ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തും. സെലക്ഷന് വേണ്ടിയിട്ട് നടത്തുന്ന ചില, അതായത് ഫൈനൽ സെലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചില ടെസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ, റിക്രൂട്ട്മെന്റ് ഓരോന്നും ഒക്കെ ചെയ്തിട്ടായിരിക്കും എന്താ പറയാ ഒരു ജോലി, ആൾക്ക് ഒരു എംപ്ലോയിനെ തെരഞ്ഞെടുക്കുന്നത് തന്നെ. റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നതിനൊക്കെ എത്തുന്നതിന് മുമ്പ് there are different other procedures, മറ്റു പല കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ട്. ഇന്റർവ്യൂസ് ഉണ്ട്, സെലക്ഷൻസ് ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ്, എന്തിന്റെയൊക്കെ ബേസിസിലാണ് എന്നൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന. സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. അതായത് ഒരു എംപ്ലോയിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സൈക്കോളജിക്കലായിട്ട് ആള് ഫിറ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ആൻഡ് ദി സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 അല്ല 4 ആണ്. 4 ആയിട്ട് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോന്നിനും പ്രത്യേക രീതിയിലാണ്. അപ്പൊ അവര് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ജോബിന് നമ്മള് സെലക്ട് ചെയ്യാൻ പോകുന്ന ആള് ഫിറ്റ് ആണോ അല്ലയോ, ആളുടെ ക്വാളിഫിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പൊ അതൊക്കെ അത്തരം ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നടത്തുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4. 4 ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഹ്യൂമൻ, അതായത് ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ച് ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ബേസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്, ആ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ യൂസ് അനുസരിച്ചിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗ്രൂപ്പ് ബിഹേവിയർ അനുസരിച്ച് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയർ, ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അപ്പൊ പല രീതിയിലാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ അഗൈൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4. നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഓൾസോ ഇന്ററസ്റ്റ് ടെസ്റ്റ്. അങ്ങനെ 4 ആയിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ അല്ലെങ്കിൽ അക്കോർഡൻസിൽ നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 ആയിട്ട് തരംതിരിച്ചിരിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, 4 ടെസ്റ്റുകളുണ്ട് ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ. ആ ഓരോ ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും അണ്ടർലൈൻ ചെയ്തുകൊണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്താണ്. സിമ്പിൾ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വായിക്കാനായിട്ട്. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, aptitude test is the test which tries to find out the ability of the employee to carry out a particular task and also how they react to the situations at work. ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആ ജോലി ചെയ്യാൻ എത്രത്തോളം ആൾക്ക് എബിലിറ്റി ഉണ്ട്, ഏബിൾ ആണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഒരു പർട്ടിക്കുലർ വർക്കിംഗ് സിറ്റുവേഷൻസിൽ ആൾ എങ്ങനെ പല കാര്യങ്ങളോടും പ്രതികരിക്കും, റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെ അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ടെസ്റ്റ് ദ എബിലിറ്റി ഓഫ് ദ വർക്ക് ഓഫ് എംപ്ലോയിയുടെ വർക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ ആൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ആൻഡ് ഓൾസോ ഹൗ ദ റിയാക്ട് ഏതെങ്കിലും വർക്കിംഗ് സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അവര് റിയാക്ട് ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ് കേട്ടോ, ഒരു പരിശോധന. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ആണ് എബിലിറ്റി ടു ക്യാരി ഔട്ട് ദ ടാസ്ക് ആൻഡ് ഓൾസോ ഹൗ ദ റിയാക്ട് ടു ദ സിറ്റുവേഷൻസ് ഇൻ വർക്ക് പ്ലേസിൽ എങ്ങനെ അവരത് റിയാക്ട് ചെയ്യുന്നു, അതിന് മാത്രമല്ല എങ്ങനെ അവർ ആ ടാസ്ക് പെർഫോം ചെയ്യുന്നു, അതിനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ പരിശോധിക്കുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് വൺ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. രണ്ടാമത്തേത് അച്ചീവ്മെന്റ്. ഇതെന്താ അച്ചീവ്മെന്റ്? അതൊരു അച്ചീവ്മെന്റ് നേട്ടമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ നേട്ടത്തിന്റെ പരിശോധന നമുക്ക് മനസ്സിലാക്കാം? ഒരു ട്രെയിനിങ് പീരീഡ്, അത് കുറച്ച് ദിവസം, ചിലപ്പോൾ 1 മാസമായിരിക്കാം, ചിലപ്പോൾ 2-3 ദിവസമായിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക് പ്രൊവൈഡർ. ആ പറയുന്ന ജോലിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ജോലി അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അതിന് എന്താ പറയാ ആള് അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരാനായിട്ട് എത്ര സമയം എടുക്കും, അതാണ് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ആ ട്രെയിനിങ് പീരീഡില്
how they developed their knowledge and skill according to that particular job. ആ ട്രെയിനിങ് പീരീഡിൽ കൊടുത്തിരിക്കുന്ന ജോലി എത്രത്തോളം അവരത് മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്തു, അവരുടെ കഴിവും മറ്റു കാര്യമൊക്കെ ഉപയോഗിച്ച് അവരത് എത്രത്തോളം നേടിയെടുത്തു എന്നുള്ളത്, അതാണ് അച്ചീവ്മെന്റ്. അച്ചീവ്മെന്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഓർക്കുക, അച്ചീവ്മെന്റ് ടെസ്റ്റ് നോളജും സ്കില്ലും എത്രത്തോളം ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ എനിക്കൊരു ട്രെയിനിങ് തന്നത് എങ്ങനെയൊക്കെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കട്ടെ, അപ്പൊ ആ ക്ലാസ്സുകൾ എടുക്കുന്നതിനുള്ള ട്രെയിനിങ് തന്നു. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു നോക്കി, 2 പ്രാവശ്യം ചെയ്തു നോക്കി. സോ ഐ ഹാവ് ടു ഡെവലപ്പ് ഡേ ബൈ ഡേ. നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും. ആ ഇംപ്രൂവ്മെന്റ് ആ ട്രെയിനിങ് പീരീഡിൽ ഇപ്പൊ 2 ദിവസം 3 ദിവസം ഒക്കെ തരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ടും നമ്മൾ ഓക്കെ ആയില്ല, നമ്മൾ വന്ന പോലെ തന്നെ വീണ്ടും അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ, ടീച്ചിങ് സ്റ്റൈലൊക്കെ അങ്ങനെ തന്നെയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ല. സോ നമുക്ക് ചിലപ്പോൾ അവിടുന്ന് മാറേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ആ ഒരു ജോലിക്ക് നമ്മൾ ആപ്റ്റ് ആയിരിക്കില്ല, നമ്മൾ റിമൂവ് ചെയ്യുമൊക്കെ. അപ്പൊ സെലക്ഷൻ ബേസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ടെസ്റ്റുകളൊക്കെ എംപ്ലോയീസിൽ നടത്തിയിരിക്കും. അപ്പൊ എത്രത്തോളം ആ ഒരു ട്രെയിനിങ് പീരീഡിൽ എംപ്ലോയിക്ക് ആളുടെ സ്കില്ലും നോളജും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന, അത് പരിശോധിച്ച് നോക്കണം അല്ലെ. നമ്മളിപ്പോ ക്ലാസ്സുകൾ എടുത്തു, അപ്പൊ നോക്കും എന്താ പറയാ, എംപ്ലോയി ആൾക്ക് നമുക്ക് ശമ്പളം തരാനുള്ളവരാ, അപ്പൊ അവരെന്ത് ചെയ്യാൻ നോക്കും, ഓക്കെ ആണോ, അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണോ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനകത്ത് പരിശോധിക്കാനായിട്ട്. അപ്പൊ അതെല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരാളെ വിശ്വസിച്ച് ആ ജോലി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗോൾസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായി അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇംപ്രൂവ്മെന്റ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നോളജും സ്കില്ലും എത്രത്തോളം ഓരോ എംപ്ലോയീസും ഡെവലപ്പ് ചെയ്തു ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ട്രെയിനിങ് പീരീഡിൽ. അതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും? മനസ്സിലായെങ്കിൽ അപ്പൊ തന്നെ അവിടെ ഒന്ന് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റി, അത് പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നത് തന്നെയാണ്, വ്യക്തിത്വമാണ്. പേഴ്സണാലിറ്റിയുടെ സ്പെല്ലിംഗ് നോക്കുക, മറ്റേ പേഴ്സണൽ അല്ല, ഇത് പേഴ്സണാലിറ്റി. ഇത് മെയിൻലി ഫോക്കസ് ഓൺ ദ പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തെ എന്താ പറയാ നോക്കി മനസ്സിലാക്കി ആ ഒരു ടെസ്റ്റിംഗ് രീതിയാണ്. ഇവിടെ എന്താണ് പേഴ്സണാലിറ്റി? ദേ അസസ് ദ ടെക്നിക്സ് ഡിസൈൻഡ് ടു മെഷർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ എംപ്ലോയർ അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നവർക്ക് അവർ ഓൾറെഡി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺസ് ഓരോ ആളുകളിലും നമുക്കൊരു വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണോ അങ്ങനെ നമുക്ക് ആ രീതിയിൽ ഫ്രീ ആയിട്ടോ, നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ ബ്ലഡ് റിലേഷൻസിലുള്ളവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ കുറച്ച് ഫ്രീഡം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഓപ്പൺ ആകും. നമുക്ക് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലും നമ്മൾ അവരോട് ഡീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ഫ്രണ്ട്ലി മാനർ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. പക്ഷെ അതൊരു ഓഫീസിൽ നമ്മളൊരു ജോലി സ്ഥലത്ത് നമുക്ക് അത്തരം എത്ര വളരെ ഇന്റിമസ് ആയി ഉണ്ടെങ്കിലും, അതായത് വർക്കേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തമ്മിലുണ്ടെങ്കിലും അവിടെ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാത്രമല്ല ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ വ്യത്യാസമാണ്, നമ്മുടെ വീട്ടിലുള്ളത് പോലെയല്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മെഷർമെന്റുകളുണ്ട്. അപ്പൊ ആ മെഷർമെന്റിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ പാറ്റേൺസ്, നമ്മുടെ ട്രേറ്റ്സ് മീൻസ് സ്വഭാവ ഗുണങ്ങൾ ഒക്കെ മനസ്സിലാക്കി ആ ഒരു ഓരോ സിറ്റുവേഷൻസിലും ഹൗ വി ബിഹേവ് ആൻഡ് ഹൗ ഈസ് അവർ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളുടെ സവിശേഷതകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റ്. അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് പേഴ്സണാലിറ്റിയെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ്, ട്രേറ്റ്സ് അറ്റ് വേരിയസ് സിറ്റുവേഷൻസ്, ഓരോ സാഹചര്യത്തിലും. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷൻ വന്നു, അന്നേരം നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സമയത്ത് ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യം വന്നു, അതിനോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, നമ്മളുടെ എത്രയൊക്കെ വന്നാലും ചിലപ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള സ്വഭാവം പുറത്തേക്ക് വരും അല്ലെ. എന്താ പറയാ, നമ്മളിപ്പോ ദേഷ്യം ഒക്കെ പ്രകടിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ എല്ലാവർക്കും പ്രകടിപ്പിക്കുന്ന പോലെ ചില വർക്കിംഗ് സിറ്റുവേഷൻസിൽ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കണം അല്ലെ. പോരാത്തേക്ക് നമ്മൾ ഒരു ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്, ക്ഷമയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ പല വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കലക്കുന്നുണ്ടാകും. പക്ഷെ വി കനോട്ട് പ്രൊജക്ട്, നമുക്കത് നമ്മളുടെ പ്രവർത്തനത്തിൽ നമുക്കത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റില്ല. കാരണം വളരെ കൺട്രോൾഡ് ആയിട്ട് വളരെ പേഷ്യന്റ് ആയിട്ട് നമുക്ക് സമീപിക്കേണ്ടവരാണ് നമ്മുടെ മുമ്പിലുള്ള ഓരോരുത്തരും. ഒത്തിരി വർക്ക് ഉണ്ടായിരിക്കും, വർക്ക് കൂടുമ്പോൾ നമ്മളുടേതായ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരും. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അത്തരം പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റ്.
നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഹെഡിൽ വന്നിരിക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരുന്ന മറ്റൊന്നാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. എന്ന് വെച്ചാൽ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ എംപ്ലോയി ഫോർ എ സ്പെസിഫിക് ഫീൽഡ് ഓർ എ ജോബ്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഒരു ഫീൽഡ് ഓഫ് വർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് കൂടി ചിലപ്പോൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ജോലിക്ക് ആപ്റ്റ് ആണോ, നമുക്ക് ഏതാണ് പ്രിഫർ ചെയ്യുന്നത്. ഒത്തിരി ജോലികൾ നമുക്ക് മുമ്പിലുണ്ട്. നമുക്കൊരു ജോലി തരാനായിട്ട് ഒരു ഓർഗനൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുത്തി നമ്മൾ മറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തി. ആൻഡ് ഓൾസോ ദേ മേ ആസ്ക് ഫോർ അവർ ഇൻട്രസ്റ്റ് ഇൻ എനി പെർട്ടിക്കുലർ ടാസ്ക്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിയോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ, ഇപ്പൊ ഈ ഓൺലൈനിൽ ഏതിനോടാണ് കൂടുതൽ താല്പര്യം, അതുകൂടി അന്വേഷിച്ചിട്ട് അത്തരം ടെസ്റ്റിംഗ് കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന്. അപ്പൊ നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗില് ഹ്യൂമൻ ബിഹേവിയർ പ്രകാരം 4ആയിട്ടാണ് ടെസ്റ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഒന്നാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് ആണ് പറഞ്ഞത്. എബിലിറ്റി ടു ക്യാരി ഔട്ട് എ വർക്ക് ആൻഡ് ഓൾസോ ദ റിയാക്ഷൻസ് ടു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് അറ്റ് വർക്ക്. ജോലിയിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമുക്കത് ആ ജോലി ചെയ്യാനുള്ള കഴിവ്. ഇത് രണ്ടുമാണ് ആപ്റ്റിറ്റ്യൂഡിൽ വരിക. അച്ചീവ്മെന്റില് അവർ ഡെവലപ്മെന്റ് ഇൻ അവർ നോളജ് ആൻഡ് സ്കിൽ അറ്റ് ദ ടൈം ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ് പീരീഡിൽ നമ്മൾ എത്രത്തോളം നോളജും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്തു, അതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിൽ വരാം. പേഴ്സണാലിറ്റി ടെസ്റ്റില് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് തന്നെയാണ്. അത് അസസ്മെന്റ് ഓഫ് അവർ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺസ്, ട്രയറ്റ്സ് അറ്റ് വേരിയസ് സിറ്റുവേഷൻസ്. ജോലി സ്ഥാപനത്തിൽ നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ ഗുണങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അതാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഫീൽഡിലോടുള്ള പ്രിഫറൻസ് ഓർ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം നമുക്ക് പ്രകടമാക്കാം. അതനുസരിച്ച് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഉദാഹരണം ഓക്കെ ആണോ? ആരുമില്ല മറുപടി പറയാൻ? ഓ, പുറത്തുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, നെക്സ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ്. വീണ്ടും നമ്മുടെ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിനെ ആ ടെസ്റ്റിന്റെ ഉപയോഗത്തിന്റെ ക്രമം അനുസരിച്ച് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റ് ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻടു 3. 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, ഒന്ന് സെലക്ഷൻ ടെസ്റ്റ്, മറ്റൊന്ന് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. 3 കേട്ടോ. ആ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത് വീണ്ടും രണ്ടാമത് എന്താ പറയാ 4 നമ്പർ ഇട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊന്ന് സ്ട്രൈക്ക് ചെയ്തേക്കാം, അത് ആവശ്യമില്ല. അതായത് ഈ ഒരു പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ വരച്ചാല് ഷെയ്ഡ് ചെയ്താൽ കാണാൻ പറ്റുമോ? അത് വേണ്ടാത്ത കാര്യമാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. 4ാമത്തെ നമ്പർ ഇട്ട് പോന്നിരിക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ്. പിന്നെ മാത്രമല്ല ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്പർ ഇട്ടിട്ടില്ല, അത് മാത്രം. ഇവിടെ ഇതുകൂടി അതും ഒന്ന്. അതായത് ദാറ്റ് മീൻസ് ഇവിടെ വരെ നിങ്ങളൊന്ന് സ്ട്രൈക്ക് ചെയ്തേക്ക്, അത് ആവശ്യമില്ല. അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായോ? ഇവിടെ വരുന്നത് കണ്ടോ? ഞാനിവിടെ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് അതിന്റെ നമ്പർ ഇട്ടിട്ടില്ല. 4 നമ്പർ ഇട്ടേക്കുന്ന പ്ലേസ്മെന്റ് ടെസ്റ്റ് അത് തീരുന്നിടത്തോളം വരെ C എന്ന നമ്പർ ഇട്ടേക്കുന്നത് വേണോട്ടോ, അത് റിപ്പീറ്റഡ് അല്ല. അത് 3ാമത്തെ മെത്തേഡാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിന്റെ 3ാമത്തെ മെത്തേഡാണ്. അപ്പൊ യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിൽ 3ആയിട്ടേ തരംതിരിച്ചിട്ടുള്ളൂ. 3 സെലക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അതാണ് 3 കേട്ടോ. ആ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും പ്ലേസ്മെന്റ് ടെസ്റ്റും 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് സ്ട്രൈക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒന്നാമത്തേത് യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിൽ 1ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെലക്ഷൻ ടെസ്റ്റ്. എന്താണ്? ടു സെലക്ട് ദ ആപ്റ്റ് കാൻഡിഡേറ്റ്സ് ഫോർ എ പെർട്ടിക്കുലർ ജോബ്. ഇവിടെ എന്താണ്? ഒരു സെലക്ഷൻ നടത്തി അവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ ജോബ്, ഇന്നൊരു ജോബ് ഉണ്ട്. അപ്പൊ ആൾക്ക് ആ ജോലിയിലേക്ക് വേണ്ട ഒരാളെ ആപ്റ്റ് ആയിട്ടുള്ള ആള്, കൃത്യമായ ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. അതാണ് സെലക്ഷൻ ടെസ്റ്റ്. യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിൽ 1ാമത്തെ കാറ്റഗറൈസേഷൻ ആണ് സെലക്ഷൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് ഡൺ ടു സെലക്ട് ആപ്റ്റ് കാൻഡിഡേറ്റ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഒരു ജോലിക്ക് വേണ്ടി കൃത്യമായ ഒരാളെ ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ്. 2ാമത്തേത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ സ്പെഷ്യൽ കൺസിഡറേഷൻസ് ആർ ഗിവൺ ടു ഡിസൈഡ് ടു വിച്ച് സെവറൽ പോസിബിൾ അസൈൻമെന്റ്സ് എ പേഴ്സൺ ക്യാൻ ഡു
അതായത് ഇപ്പൊ കുറെ ജോലികളുണ്ട്, അതിൽ ഏറ്റവും നന്നായി എനിക്ക് ഇന്ന ജോലി ചെയ്യാനാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന കാര്യമാണ് എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കും. ഇപ്പൊ ഇവിടെ ഒരുപാട് ജോലികളുണ്ട്, ടീച്ചിങ് ഉണ്ട്, ടെക്നിക്കൽ വർക്ക് ഉണ്ട്, മറ്റ് ഓഫീസ് വർക്കുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് അസൈൻമെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് വാട്ട് ഐ ക്യാൻ ഡു ബെസ്റ്റ്, എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ മനസ്സിലായി. മറ്റേതിൽ സെലക്ഷൻ ആണ്, അതിൽ ഇന്ന ജോലിക്ക് നീ ചെയ്യാൻ എന്താ പറയാ നിനക്ക് പറ്റും എന്നുള്ള രീതിയിൽ ആളെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുന്നു, അത് സെലക്ഷൻ ടെസ്റ്റ്. ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജോബുകൾ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലി എനിക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ മറ്റത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് ഇത് പെർഫോം ചെയ്യാൻ പറ്റും, എനിക്ക് ടീച്ചിങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് നന്നായിട്ട് വേണമെങ്കിൽ അക്കൗണ്ട്സ് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. അപ്പൊ എനിക്ക് അതിന് അങ്ങനെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് എന്തെന്ന് വിളിക്കുക, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുക. വെച്ചാൽ ദ പേഴ്സൺ ഹൗ ദേ ഡു ദ ബെസ്റ്റ്, എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ജോലി എത്ര നന്നായി ചെയ്യുന്നു ആ രീതിയിലുള്ള കൺസിഡറേഷൻ കൂടി കൊടുത്തിട്ട് അവരെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ? സെലക്ഷൻ ടെസ്റ്റും ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ക്ലിയർ ആകാത്തതുണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. നെക്സ്റ്റ് വൺ, മൂന്നാമത്തേത് യൂസ് ഓഫ് ടെസ്റ്റിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് ആണ്. പ്ലേസ്മെന്റ് എന്താ? അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. അതായത് ഒരു ആൾക്ക് പല പല ജോലികൾ, ലെവൽ ഓഫ് വർക്കുകൾ ഇങ്ങനെ കൂടുതൽ കൊടുക്കുക. ഇന്ന ലെവലിൽ നിന്ന് മറ്റേ ലെവലിലേക്ക്, നീ ഇന്ന ലെവലിലായിരുന്നില്ല, ഇന്ന കുറച്ചുകൂടി കൂടുതൽ വേറൊരു ലെവൽ ഓഫ് വർക്ക് അവർക്ക് കൊടുക്കുക. അതായത് പല പല ജോലികൾ, കുറെ ജോലികൾ ഇങ്ങനെ ഒരാളിൽ അസൈൻ ചെയ്ത് കൊടുക്കാതെ ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് കൊടുക്കുക. അപ്പൊ കുറച്ചുകൂടി എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം തന്നെ കുറെ പ്രാവശ്യം പല പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മൾക്ക് അതിനോട് ഒരു ബോർഡം അല്ലെ, ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ അതിനേക്കാൾ നല്ലത് എനിക്ക് ജോലി കഴിഞ്ഞു, ഇനി എനിക്ക് അടുത്ത ലെവലിലാണ് അപ്പൊ ഈ ജോലിയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി വേറെ ലെവലിലുള്ള ജോലിയാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ജോബുകൾ പല ആളുകൾക്കും ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടെസ്റ്റിനെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ രീതിയിൽ, അതിന്റെ ഉപയോഗത്തിന്റെ രീതിയിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സെലക്ഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ടെസ്റ്റ് ആൻഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് ടെസ്റ്റിൽ അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക്. അത്ര മതി, നിങ്ങൾ പഠിക്കുമ്പോൾ അത്രയും പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക്. ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് കൊടുക്കുക എന്നത് എന്ത് വേണ്ടാന്ന് റാദർ ദാൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകും, എങ്ങനെയല്ല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്ക് കൊടുക്കുക, അത് ഡിഫറെന്റ് ലെവൽ ആ വാക്കാണ്. ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക് അസൈൻ ചെയ്യുക പേഴ്സൺസിന്. ദാറ്റ് ഈസ് കോൾഡ് പ്ലേസ്മെന്റ് ടെസ്റ്റ്. മൂന്നെണ്ണം മനസ്സിലായോ? യൂസ് ഓഫ് ടെസ്റ്റുകളുടെ രീതിയിൽ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ്. ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് തുടങ്ങിയില്ലേ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തു. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, എന്താണ് പിന്നെ പറഞ്ഞത്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ആൻഡ് ഓൾസോ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അത് 4 എണ്ണമായിട്ട് ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ട് യൂസ് ഓഫ് ടെസ്റ്റിന്റെ ബേസിസിൽ സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് ഓൾസോ പ്ലേസ്മെന്റ് ടെസ്റ്റ്, അങ്ങനെ 3 എണ്ണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ രണ്ടാമത്തെയാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ സി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ മറ്റൊരു വേർഷനാണ്. മൂന്നാമത്തെ മെത്തേഡാണ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. എന്താണ് ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇൻഡിവിജ്വൽ എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗ് സിംഗിൾ ഇൻഡിവിജ്വലിനെ ടെസ്റ്റ് ചെയ്യുന്നു. ഒരു ടൈമില് ഒരു പർട്ടിക്കുലർ ടൈം കൊടുക്കും, ആ ആളെ മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ആളുടെ ബിഹേവിയറും ആളുടെ സ്കില്ലും നോളജും ഇയാളെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയ ട്രെയിനിങ് പീരീഡിൽ ആളുടെ കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒറ്റ ഇൻഡിവിജ്വലിനെ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിനാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുക. ഒറ്റയടിക്ക് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ് അറ്റ് എ ടൈം ആൻഡ് ഓൾസോ ഒബ്സർവ്ഡ്. ആളെ ടെസ്റ്റ് ചെയ്യുന്നു, ആളുടെ ബിഹേവിയറും മറ്റു കാര്യങ്ങളൊക്കെ ആ ടെസ്റ്റിംഗ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബിഹേവിയർ, ആളുടെ സ്കില്ല്, നോളജ് ഒക്കെ ഒരാളുടെ ഒരു ടൈമിൽ നമ്മൾ
ഇപ്പൊ ആളെ കൊടുക്കുക, അപ്പൊ ടീച്ചർ പുതിയതായിട്ട് വരികയാണ്, അപ്പൊ ആളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ആളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളെ കൊണ്ടുവന്നിരുന്നത് എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ആളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു കുറച്ച് സമയം കൊണ്ട് ആ ഒരു ടെസ്റ്റിംഗ് പീരീഡിൽ കൊടുത്തിരുന്ന ആ ഡ്യൂറേഷനിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു വ്യക്തിനെ മാറാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഗ്രൂപ്പ് ടെസ്റ്റ് എന്താണ്? അതൊരു ഫോർമാറ്റ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ റെസ്പോൺസസ് ആൻഡ് ഓൾസോ അവര് ഇപ്പൊ ഒരു ഗ്രൂപ്പില് കുറച്ച് ആളുകളെ ആയിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അന്നേരം ഇൻഡിവിജ്വൽസ് ഓൾസോ ക്യാൻ റെസ്പോൺസ്, അവർക്ക് ഒരു ചാൻസ് കൊടുത്തിരിക്കാവുന്ന മറ്റുള്ളവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിലുള്ള റെസ്പോൺസുകൾ കൂടി കൊടുക്കാം എന്നുള്ളത്. ഇപ്പൊ ഒരു 5-10 പേരൊക്കെ ഇരുത്തിയിട്ട് അവരെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു ജോബ് കൊടുത്തു, അവരിൽ നിന്ന് ആ റിസൾട്ട് എടുക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ആ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനെയും അവർക്ക് പറയാനുള്ള അവരുടെ റെസ്പോൺസുകളും അവരുടെ ബിഹേവിയറും ഒക്കെ നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് അതിനെ ഗ്രൂപ്പ് ടെസ്റ്റ് വിളിക്കുക. ഫോർമാറ്റിലാണ് ഇത് നടത്തുള്ളൂ. വിച്ച് എനേബിൾസ് ഇൻഡിവിജ്വൽ ടു റെക്കോർഡ് ഹിസ് ഓൺ റെസ്പോൺസസ്. ഒരു ഗ്രൂപ്പിലാണെങ്കിൽ കൂടി ഓരോരുത്തർക്കും അവരവരുടെ റെസ്പോൺസുകൾ രേഖപ്പെടുത്താനുള്ള ഒരു എന്താ പറയാ ഒരു ടൈം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഗിവൺ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ മെമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനും അവർക്ക് വേറെ ആർക്കും, അതായത് സ്പെഷ്യൽ ഒരു ഒറ്റയ്ക്ക് ഒരാളെ ബിഹേവിയർ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും റെസ്പോൺസുകൾ പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇതുകൊണ്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന രീതി. ചില ജോലികൾക്ക് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ ഈ ഗ്രൂപ്പ് ടെസ്റ്റിങ്ങിലൂടെ നടത്താം. ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ടവരാണ്. ഇപ്പൊ 2, 3, 5 പേരൊക്കെ ചേർന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യാം നമുക്ക്. പക്ഷെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള റെസ്പോൺസ് രേഖപ്പെടുത്താം എന്നുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയുള്ളൂ നമ്മുടെ ഗ്രൂപ്പ് ടെസ്റ്റിംഗ്. അപ്പൊ പ്ലേസ്മെന്റ് ടെസ്റ്റിംഗ് എന്താ പറഞ്ഞത്? അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്. പല ലെവൽ ഓഫ് വർക്ക് കൊടുക്കുക. ഈ ലെവല് ഞാൻ പഠിപ്പിക്കുന്നു, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് വേറെ അതിന്റെ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്തത്, അല്ലെങ്കിൽ അടുത്തൊരു കോഴ്സ്, അല്ലെങ്കിൽ ഇത് തന്നെ അറ്റാച്ച് ചെയ്തിട്ട് മറ്റൊരു കാര്യം ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? ഒരു ലെവലാണ് മാറുന്നുള്ളൂ, ഡിഫറെന്റ് ടൈപ്പ് അല്ല. ഇപ്പൊ ഈ ജോലി ടീച്ചിങ് ജോലി, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി ടെക്നിക്കൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഡിഫറെന്റ് വർക്ക് കൊടുക്കുന്നത് ഒരു ഓവർലോഡായിട്ട് ചിലപ്പോൾ എന്താ പറയാ എംപ്ലോയീസിന് ഫീൽ ചെയ്യും. അടുത്ത ലെവലിലേക്ക് ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതാണ് പ്രത്യേകത. അപ്പൊ അതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ വ്യത്യാസം അതാണ്. ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്കും ഒന്നല്ല. മനസ്സിലായി? ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ജോലി കൊടുക്കുക, അതല്ല. ഡിഫറെന്റ് ലെവലാണ്. ഉള്ള ജോലിയുടെ അതിനെ കുറച്ചുകൂടി ലെവൽ മാറ്റി കൊടുക്കുക. ചിലപ്പോൾ അതിനേക്കാൾ താഴ്ന്ന ഇന്ന ജോലി കൂടി നീ ചെയ്യുക. ടീച്ചിങ്ങിൽ തന്നെ ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അടുത്ത മറ്റൊരു ക്ലാസ്സിലെ അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിനെ കൂടി പഠിപ്പിക്കുക, അല്ലെങ്കിൽ വേറൊരു കോഴ്സിലെ ആളുകളെ കൂടി നമ്മൾ ഇതാക്കുക, അങ്ങനെയൊക്കെ പറയില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തില്, യൂസ് ഓഫ് ദ ടെസ്റ്റിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തില് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസില് ടെസ്റ്റുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. യൂസ് ഓഫ് ദ ടെസ്റ്റിന്റെ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആൻഡ് ഓൾസോ പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തേത് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ആണ്. അതിന് വേറെ ക്ലാസിഫിക്കേഷൻസ് ഇല്ല, അത് തന്നെയാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റിംഗും ഗ്രൂപ്പ് ടെസ്റ്റിംഗും. ക്ലിയർ ആയോ? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ? സോ നമ്മൾ അടുത്തതിലേക്ക് പോകാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് എന്താ നോക്കാം. അപ്പൊ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്തു. ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം പല രീതിയിലുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി. നമുക്ക് അടുത്തത് അപ്പൊ ഇതെല്ലാം ടെസ്റ്റിംഗ് ഒക്കെ മറ്റ് ബിഹേവിയേഴ്സും അവരുടെ ജോലിയോടുള്ള അവരുടെ എബിലിറ്റി മറ്റൊക്കെ കാര്യങ്ങളൊക്കെ പരിശോധിക്കലാണ്. ഇനി അടുത്ത സെക്ഷൻ എന്താ? ഇനി ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിനെ കുറിച്ച് ഒക്കെ എന്താണെന്ന് നോക്കാം. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫോർമൽ മീറ്റിംഗ് ആണ്, അല്ലെ? ഒരു കൂടിക്കാഴ്ചയാണ്. ആരുടെ തമ്മിലുള്ള കൂടിക്കാഴ്ച ആയിരിക്കാം? ഇന്റർവ്യൂ ചെയ്യപ്പെടേണ്ട വ്യക്തിയും ഇന്റർവ്യൂ ചെയ്യുന്ന ആളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. അപ്പൊ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ചിലപ്പോൾ 1 or more persons ആകാം. ടു അസസ് അനദർ പേഴ്സൺ, മറ്റൊരാളെ അസസ് ചെയ്യാൻ വിലയിരുത്താൻ വേണ്ടിയിട്ട് 1 or അതിലധികമോ ആൾക്കാർ നടത്തുന്ന ഒരു ഫോർമൽ മീറ്റിംഗ്, അതിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. അപ്പൊ അണ്ടർലൈൻ ചെയ്യണം, സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവ്യൂ ഇസ് എ ഫോർമൽ മീറ്റിംഗ് where 1 or more persons question or assess another person. 1 or അതിലധികമോ ആളുകൾ മറ്റൊരു വ്യക്തിയെ അസസ് ചെയ്യാൻ വിലയിരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഫോർമൽ
മീറ്റിംഗ്, ഒരു ഫോർമൽ ആയിട്ടുള്ള പക്ഷെ ഭയങ്കര ആധികാരികമായ രീതിയിലുള്ള ഒരു മീറ്റിംഗ് കേട്ടോ. വെറുതെ കൂടിക്കാഴ്ചയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ആധികാരികം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ്, അതിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. അണ്ടർലൈൻ ചെയ്യുന്ന സെന്റൻസ്. ഇനി നമുക്കറിയാം ഇന്റർവ്യൂ എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷൻ, മിക്ക ഓർഗനൈസേഷൻസും അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂവിലൂടെ തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ദ മോസ്റ്റ് പ്രൊബബിളി ടൂൾ, അല്ലെ, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ടൂളാണ്, ഒരു ടെക്നിക്കാണ് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മാത്രമല്ല അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓൾസോ ഇറ്റ്സ് എ കോംപ്ലക്സ്, ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മീൻസ് എന്താണത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയാൻ കാരണം they have to measure all relevant characteristics of the person, അല്ലെ, ആ എംപ്ലോയിയുടെ എല്ലാ തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കണം. ആളുടെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ആപ്ലിക്കന്റിനെ കുറിച്ച് കളക്ട് ചെയ്യണം. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഡാറ്റാസും ഇയാളുടെ കളക്ട് ചെയ്യണം. അയാളുടെ ക്വാളിഫിക്കേഷൻസ്, അയാളുടെ ഇൻട്രസ്റ്റുകൾ, അയാളുടെ കേപ്പബിലിറ്റീസ്, ആൾക്ക് ജോലി ചെയ്യാൻ ഫിറ്റ് ആണോ, ബോഡി ഹെൽത്തി ആണോ, ഹെൽത്ത് വൈസ് ഓക്കെ ആണോ, അല്ലെ, അതിനുള്ള നോളജ് ഉണ്ടോ, അതിനുള്ള കഴിവുണ്ടോ. കുറെ സർട്ടിഫിക്കറ്റുകൾ മാത്രം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ആൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് അത് ചെയ്യാൻ, പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടോ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ പഠിക്കേണ്ടതുണ്ട് ആപ്ലിക്കന്റിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ ഇസ് നോട്ട് ആൻ ഈസി ജോബ്, അല്ലെ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ജോബ് അല്ല, അതൊരു എന്താ പറയാ സെലക്ഷൻ ടെക്നിക്കിൽ വരുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലക്ഷൻ ടെക്നിക് വിച്ച് enables the employer to view the total individual and directly appraise him and his behavior. ഒരു എംപ്ലോയറിനെ, ഒരു എംപ്ലോയിനെ കുറിച്ചിട്ട്, ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് മൊത്തത്തിൽ ഒരു അവലോകനം നടത്താനും, അതുപോലെ തന്നെ ആളെ നമുക്ക് നമ്മുടെ ജോലിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളെ അപ്രൈസ് ചെയ്യാനും, ആളുടെ ബിഹേവിയറും മറ്റൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ടെക്നിക്, സെലക്ഷൻ ടെക്നിക്കിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. മറ്റൊരു രീതിയിൽ ഇന്റർവ്യൂവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. Interview is defined as a selection technique which enables the employer to view the total individual and directly appraise him and his behavior. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ബിഹേവിയറിനെയൊക്കെ അപ്രൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ആളെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്റർവ്യൂവിൽ എന്താണ് ചെയ്യുക? They get the maximum amount of information from the candidate or the applicant. ആപ്ലിക്കന്റിന്റെ കയ്യിൽ നിന്ന് മാക്സിമം അവർക്ക് വേണ്ട ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അതാണ് ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് കളക്ട് ചെയ്തത് എന്തിനാ? whether they are suitable for that particular job. അവർ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് ഈ പറഞ്ഞ ആളെ നമുക്ക് നിയമിക്കാനുള്ള കേപ്പബിലിറ്റീസ് ഒക്കെ ഉണ്ടോ എന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്യേണ്ടത്. അല്ലാതെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഉണ്ട്, ഇനി അങ്ങനെ എന്താ പറയാ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ വിവാഹം കഴിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അവര് എന്ത് കൺസിഡർ ചെയ്യുന്നു ആ ഒരു ജോബിലേക്ക് ഈ ആളെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫർമേഷൻസ് മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളത് ഇൻഫർമേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയപ്പോൾ എന്താണ് മനസ്സിലാക്കിയ? ഇന്റർവ്യൂ എന്താണെന്ന് രണ്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ഇന്റർവ്യൂവിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ആദ്യത്തെ സെന്റൻസും, അത് കഴിഞ്ഞ് പിന്നെ ആ പേജിൽ തീരുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ട് ഇന്റർവ്യൂ ഇസ് ഡിഫൈൻഡ് ആസ് എ selection technique which enables the employer to view the total individual and directly appraise him and his behavior. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തോ? യെസ്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ്. ഓക്കെ, ടൈപ്പ്, എത്ര തരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഒരാള് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. ഒരു ഓർഗനൈസേഷൻ അവർക്ക് ഈസി ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷനിലേക്ക് പുതിയ ജോലിക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായ രീതിയിലേക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർവ്യൂ ഫോളോ ചെയ്യണം. എല്ലാം കൂടി കൂട്ടി കലർത്തി ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർ ഏത് തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ആപ്ലിക്കന്റിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏത് ജോബ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് ജോബിന്റെ വാക്കൻസി ഫില്ല് ചെയ്യാനാണ്, അതൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇന്റർവ്യൂ അതേപോലെ തന്നെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂ തന്നെ പല രീതിയിലുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തരത്തിലുള്ള ഇന്റർവ്യൂസ്? വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ അതിന്റെ കാര്യം മനസ്സിലാക്കി വെക്കുക, അത് പഠിക്കാൻ വേണ്ടി വേണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതൊക്കെ സിമ്പിളും ആണ്. ഒന്നാമത്തേത് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ.
ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നും പേര് പറയും കേട്ടോ. പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ്, മൂന്നും ഒരു കാര്യത്തിന് വേണ്ടി പറയുന്നതാ. അപ്പൊ വേണമെങ്കിൽ പാറ്റേൺഡ് ഇന്റർവ്യൂന്റെ മറ്റൊരു പേര് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ. അതെന്തായാലും ഉണ്ട്, ഇതൊക്കെ പഠിക്കാനുള്ളതാ ഫുള്ളും. ഇനി എന്തുകൊണ്ട് ഇതിനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പേര് വന്നു? ബിക്കോസ് ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് ഇന്റർവ്യൂ. നേരത്തെ ഇപ്പൊ ഞാൻ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ ചെയ്യണം, വന്നിരിക്കുമ്പോ കണ്ണി കണ്ടത് വായി തോന്നൊക്കെ പോയി ചോദിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ട. I must make a plan for it. ആ ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കും. എന്ന് വെച്ചാൽ കൃത്യമായ വിവരങ്ങൾ എനിക്ക് ശേഖരിക്കണം. മാത്രമല്ല വളരെ പ്രിസൈസ്ഡ് ആയിരിക്കണം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കൃത്യമായ ഒരു പാറ്റേണിൽ ആ ഒരു ഇന്റർവ്യൂ അവിടെ തയ്യാറാക്കി വരണം. അത് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കണം, അല്ലെങ്കിൽ കൃത്യമായ ഉത്തരം
ഹലോ ഹലോ, ഞാൻ പോയതല്ലട്ടാ, നെറ്റ് പോയതാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നെറ്റ് ഡിസ്കണക്ട് ആയി പോയി, പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞത് ഫസ്റ്റ് ഇന്റർവ്യൂ പാറ്റേൺ ആണ്. ആദ്യത്തെ ഇന്റർവ്യൂ ഏത് രീതിയിലുള്ളത്? പാറ്റേൺഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ദാറ്റ് മീൻസ് ദ ഇന്റർവ്യൂവർ first of all they have to plan about the interview. ആ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു പ്ലാൻ നേരത്തെ കൂടി തയ്യാറാക്കുന്നു. ദാറ്റ് മീൻസ് ആ ഇന്റർവ്യൂയിലൂടെ നല്ല രീതിയിലുള്ള ഒരു സെലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ഓർ പ്രിസിഷൻ മീൻസ് കൃത്യതയാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി കുറെ ചോദ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വന്ന് മാക്സിമം ആ ഇന്റർവ്യൂവറിന്റെ എന്താ പറയുക ചോദ്യങ്ങളിലൂടെ നല്ലൊരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ തയ്യാറാക്കി വരിക. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് തന്നെ പാറ്റേൺഡ് സ്ട്രക്ചർ ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഇന്റർവ്യൂ മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തേത് നോൺ ഡയറക്ടറി ഫ്രീ ഇന്റർവ്യൂ ആണ്. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ ആണ്. എന്ന് വെച്ചാൽ എന്താ? തൊട്ട് മോളിൽ പറഞ്ഞ പോലെ പാറ്റേൺഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളൊന്നും പ്ലാൻ ഒന്നും ചെയ്തൊന്നും വരുന്നില്ല. ഇവിടെ ഫ്രീ ആയിട്ട് ഒരു എന്താ പറയാ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇന്റർവ്യൂ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ദാറ്റ് മീൻസ് ദ ഇന്റർവ്യൂവർ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു ദ ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റിനോട് കുറെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആൻഡ് ഹി ക്യാൻ റിപ്ലൈ. ആളുടെ രീതിയിൽ ആൾക്കത് ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാം, അതിന്റെ റിപ്ലൈ കൊടുക്കാം. അത് മേ ലീഡ് ടു എ ലെങ്ത് ഓഫ് ടൈം. കുറച്ച് സമയം ചിലപ്പോൾ നീണ്ടുപോകും. അത് ഡിപ്പെൻസ് അപ്പോൺ ദ ആപ്ലിക്കന്റ്. ചില ആപ്ലിക്കന്റുകൾ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവരിങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കും. കാരണം ഫ്രീ ആയിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ലെങ്ത് ഓഫ് ടൈമിന് അവിടെ വലിയ പ്രാധാന്യമില്ല. മറ്റേത് അങ്ങനെയല്ല, ഒരു പ്ലാനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ അധികം സംസാരിച്ച സമയം കഴിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനൊരു പാറ്റേൺ ഉണ്ട്. ഇവിടെ അങ്ങനെ പാറ്റേൺ ഇല്ലാത്തത് കൊണ്ട് ജനറൽ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അപ്പൊ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈയുടെ ബേസിസിൽ വീണ്ടും ചോദ്യങ്ങളുടെ എണ്ണം കുറയാണ്. ഓക്കെ, റിപ്ലൈനെ ബേസ് ചെയ്ത് ആ ലെങ്ത് ഓഫ് ടൈം ചിലപ്പോൾ കൂടാനും സാധ്യതയില്ല. അങ്ങനെയുള്ള ഇന്റർവ്യൂവിനെയാണ് നമ്മൾ നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. രണ്ടാമത് മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകാം. ഇടയ്ക്ക് ഇച്ചിരി ബ്രേക്ക് ആയി പോയി. സമയം നമ്മൾ ഇത്ര ഭാഗത്ത് എത്തണമെന്ന് വിചാരിച്ചു വരുമല്ലോ. അപ്പൊ അവിടെ അത്രയും സമയം പോയിട്ടുണ്ട്. അടുത്തത് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ ആണ്. രണ്ടെണ്ണം മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഇന്റർവ്യൂവിന്റെ ടൈപ്പ് ആണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ഇറ്റ്സ് എ സെമി സ്ട്രക്ചേർഡ് ആണ്. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ പാറ്റേൺഡ് ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് ഉദ്ദേശിച്ചൊക്കെ വരും. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ തന്നെ എന്താ പറയാ അഡീഷണൽ ആയിട്ട് അവർ വേണമെങ്കിൽ അവരുടെ ഹോം ലൈഫ്, അവരുടെ സ്ഥിതികൾ, ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസുകൾ, പിന്നെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ഈ ഒരു ജോലിയോടുള്ള അവരുടെ മനോഭാവം എങ്ങനെയാണ്, പിന്നെ അവരുടെ എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയുണ്ട്, താല്പര്യങ്ങളെ, അതിലുള്ള അവരുടെ ഹോബീസ്, ഇങ്ങനെയുള്ള ചില അഡീഷണൽ ഇൻഫോർമേഷൻസ് കൂടി കളക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂയുടെ പ്രത്യേകത. ഓക്കെ, സെമി സ്ട്രക്ചേർഡ് ആണ്. എന്ന് വെച്ചാൽ വലിയ പാറ്റേണൈസ്ഡ് അല്ല. പകുതി ഭാഗം അതായത് അവർ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ അത് അവർ നേരത്തെ പ്ലാൻ ചെയ്തത് അവര് ലിസ്റ്റ് ആയിട്ട് തയ്യാറാക്കി വരും. അതിനൊപ്പം തന്നെ ഈ പറയുന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകളും കൂടാതെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ഇൻട്രസ്റ്റുകൾ, അവരുടെ ഹോബീസ് എക്സ്ട്രാ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? അടുത്തത് ഗ്രൂപ്പ്. ഇതൊക്കെ എളുപ്പല്ലേ പഠിക്കാനായിട്ട്. അടുത്ത ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ ആണ്. ഇതിനകത്ത് എന്താ? ഇറ്റ്സ് എ ഗ്രൂപ്പ് വിച്ച് ഈസ് ഇന്റർവ്യൂ rather than an individual. ഒരു ഇൻഡിവിജ്വൽ എന്നതിനേക്കാൾ ഉപരി ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരാൾക്കാരെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇന്റർവ്യൂ ചെയ്യുക. അപ്പൊ ചിലപ്പോൾ മുമ്പിൽ 4-5 പേരൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. അവരെ ആയിരിക്കും ഇപ്പൊ ഞാൻ കുറച്ച് പേരെ ഇന്റർവ്യൂ ചെയ്യാനായിരിക്കുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പിനെയാണ് നമുക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഇന്റർവ്യൂഡ് rather than an individual. ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. കൂട്ടിക്കൊടുക്കരുത്. തൊട്ടടിയിൽ പറയാൻ പോകുന്നത് മറ്റൊന്നാണ്
പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഇന്റർവ്യൂ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത അറിയോ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. എ കാൻഡിഡേറ്റ് ഈസ് ഇന്റർവ്യൂഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് എ നമ്പർ ഓഫ് ഇന്റർവ്യൂവേഴ്സ്. അതായത് നേരത്തെ പറഞ്ഞാൽ എന്താ, ഞാൻ പറയുന്ന ആള് ഇന്റർവ്യൂവർ, ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നു, എന്റെ മുമ്പിൽ ഒരു 3-4 പേരിരിക്കുന്നത്, അവരോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അതായത് ഗ്രൂപ്പ് ഓഫ് ആളുകളെ വെച്ചിട്ട് ചെയ്യേണ്ട ചില ജോലിയാണെങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് നമുക്ക് എത്തി ഗ്രൂപ്പായിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. അതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അടുത്തത് പാനൽ ഓഫ് ബോർഡ് ഇന്റർവ്യൂ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇന്റർവ്യൂവേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. എന്നുവെച്ചാൽ കൂടുതൽ ആളുകൾ പാനലിൽ ഇരിക്കുന്നുണ്ടാകും. 2-3 പേരൊക്കെ ഓരോ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് അവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അവരവരുടെ സബ്ജക്റ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയെ, അപ്പൊ ഒരാളാണ് മുമ്പിൽ ഇന്റർവ്യൂ ചെയ്യപ്പെടാൻ ഒരാളുള്ളൂ, പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്നവര് ഇന്റർവ്യൂവേഴ്സ് കൂടുതലുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതാണ് എന്ത് വിളിക്കുക നമ്മള്? പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. രണ്ട് തമ്മിൽ ക്ലാഷ് ആയില്ലല്ലോ? രണ്ട് വ്യത്യാസം മനസ്സിലായില്ലേ? ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ, പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ മനസ്സിലായോ? അതെ, അങ്ങനത്തെ ഇന്റർവ്യൂ ഒക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നടത്തുക. IAS പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ, അതായത് പല കാര്യങ്ങൾക്കുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിച്ചിട്ടൊക്കെ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയാ, പല ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ മറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ ചേർന്ന് ഇതിന്റെ ടൈപ്പിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നിങ്ങൾ മര്യാദ പഠിച്ചു അറിയണ്ടേ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വിട്ടുപോയെന്നൊക്കെ അറിയണ്ടേ? അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ചിലപ്പോ ഡോക്ടേഴ്സോ മറ്റുള്ളവരൊക്കെ ഇന്റർവ്യൂ ചെയ്യാനുണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തു നിന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ചിരുന്നിട്ട് ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇതൊക്കെ കേട്ടിട്ടോ അറിഞ്ഞിട്ടൊക്കെ വന്നേക്കണേ എന്നുള്ള ഒരു വേണം, അതൊക്കെ വേണം നമ്മളുടെ ഇതില്. ഓക്കെ, അടുത്തത് ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് സ്ട്രെസ് ഇന്റർവ്യൂ ആണ്. ഇവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇന്റർവ്യൂ ആണ്. ഇവിടെ ഇന്റർവ്യൂവർ അണ്ടർടേക്സ് ആൻ അൺഫ്രണ്ട്ലി മാനർ ടുവേർഡ്സ് ദ ഇന്റർവ്യൂ. അതായത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യേണ്ട ആപ്ലിക്കന്റിനോട് അത്ര ഫ്രണ്ട്ലി അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു സമീപനമായിരിക്കും ആർക്കുണ്ടാകുക? ഇന്റർവ്യൂവർക്ക് ഉണ്ടാകുക. ഇത് മുന്നിലിരിക്കുന്ന ആപ്ലിക്കന്റ് തനിക്കുമായിട്ട് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യപ്പറ്റില്ലാത്ത എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കില്ലേ? അങ്ങനെയുള്ള രീതിയിലായിരിക്കും എന്താണ് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു ഫ്രണ്ട്ലി മാനറും അവിടെ കാണിക്കുന്നില്ല. അതായത് ഏത് ആപ്ലിക്കന്റ് തന്നെ മുന്നിലിരിക്കുന്ന ഒരു ആപ്ലിക്കന്റ് എന്ന് പറയുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ആളെ പോലെ ആയിരിക്കും ഇയാള് ചോദ്യങ്ങൾ ചോദിക്കുക. He deliberately puts him on the defensive. അതായത് ആളെ തളർത്തുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഡെലിബറേറ്റ്ലി മീൻസ് എന്താ? മനഃപൂർവ്വം അവർ ചോദിക്കും. എന്ന് വെച്ചാൽ ഇട്ടിട്ട് പോകാം അല്ലെ, വേണ്ട ഇത് എന്ന് വിചാരിച്ച് പോകുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ആപ്ലിക്കന്റ് മുമ്പിലിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പിടിച്ചിരുന്ന് കൺട്രോൾ ചെയ്ത് ആ ജോലി എനിക്ക് വേണം, ഇതൊക്കെ ഈ ഇന്റർവ്യൂ ഒക്കെ മറികടന്ന് ഞാൻ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുമെന്ന മൈൻഡോട് കൂടി ഇരുന്നാലും മാത്രമേ ഈ ഇന്റർവ്യൂവിനെ നമുക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഓർത്തിരിക്കുക. അപ്പൊ എന്താ പറയാ, മനഃപൂർവ്വം കുറെ എന്താ പറയാ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിക്കുക. ഇന്ന ഓരോ സിറ്റുവേഷൻസ് ആളെ ദേഷ്യം പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ ആൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, ഫ്രസ്ട്രേറ്റഡ് ആകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തനിക്കെതിരെ വരും എന്ന് വിചാരിക്കുക. ഈ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്തിനാണ്? എത്ര വിഷമിപ്പിച്ചിട്ടുള്ള ഇന്റർവ്യൂ എന്തിനാണ് നടക്കുന്നത്? നമുക്ക് ജോലി തരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ വരും അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. ബിക്കോസ് ഹൗ വി ഫേസ് ദീസ് സിറ്റുവേഷൻസ് ഓർ സർക്കംസ്റ്റാൻസസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയില്ല. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത്തരം ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ വളരെ മോശമായ രീതിയിൽ, കാരണം നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു രോഗിയോടോ രോഗവുമായി വരുന്ന ആരെങ്കിലോടൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ പെരുമാറുന്നത് വളരെ, നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ പേഷ്യന്റ് ആയിട്ടായിരിക്കണം, വളരെ കാം ആൻഡ് ക്വയറ്റ്. കാരണം അവരുടെ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ചിലപ്പോൾ അവര് ദേഷ്യപ്പെട്ടേക്കാം, അവര് എന്താ പറയാ ആക്രമിച്ചേക്കാം, അങ്ങനെ പലതും ഉണ്ടാകാം. പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ എന്താ പറയാ കൺട്രോൾ കൈവിടാതെ വളരെയധികം ശാന്തതയും അതുപോലെ തന്നെ ക്ഷമയും ഒക്കെ ശീലിച്ചിട്ട് വേണം ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പൊ അതിനോടൊക്കെ അത്തരം സിറ്റുവേഷൻസിന് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ദേഷ്യം നഷ്ടപ്പെടും, ടെമ്പർ ലോസ്റ്റ് ആയി പോകുക, കൺഫ്യൂസ്ഡ് ആയി പോകുക, പേടിച്ചു പോകുക, ഇത്തരം സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറി നിൽക്കുക
കിട്ടിക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ഈ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത, സ്ട്രെസ് ഇന്റർവ്യൂവിന്റെ പ്രത്യേകത. മനസ്സിലായി കാണുമല്ലോ. This is in order to find out how a candidate behaves in a stress situation, whether he loses his temper, get confused or frightened. പേടിയാകോ അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന രീതിയിൽ ചോദിക്കാം, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ചോദിക്കാം, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ ചോദിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇന്റർവ്യൂസ് നടത്തുക. അപ്പൊ എത്ര തരത്തിലുള്ള ഇന്റർവ്യൂ നമ്മൾ പഠിച്ചു? 6 ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് പഠിച്ചത്. ഏതൊക്കെയാണത്? Patterned or structured or standardized interview, non-directive free interview, depth or action interview, group or discussion interview, then panel or board interview, and also the stress interview. ഇത്രയും ഇന്റർവ്യൂസ് ആണ്, 5 തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായോ ഓരോന്നും? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ ഈ 5 എണ്ണത്തില്? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം. ആ ഒരു 5 ടൈപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഓക്കെ. അടുത്തത് നമുക്ക് വായിച്ചു നോക്കിയാലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ടോപ്പിക് ആണ്, അടുത്ത ഹെഡിങ് ആണ്, കുഞ്ഞു കുഞ്ഞു ഹെഡിങ്ങുകളാണ്. അടുത്ത പ്രൊമോഷൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വേർഡാണ് പ്രൊമോഷൻ. എപ്പോഴാണ് പ്രൊമോട്ടഡ് ആകുക? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നിലവിലുള്ള സ്റ്റേറ്റസിൽ നിന്ന്, നമ്മുടെ ഇപ്പൊ ഒരു സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നു, ആ സ്റ്റേറ്റസിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി പ്രിഫേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റസിലേക്ക് നമുക്ക് ഉദ്യോഗ കയറ്റം, അല്ലെ? അതായത് നമ്മുടെ നിലവിലുള്ള ഒക്യുപ്പേഷനിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്കുള്ള സ്ഥാനത്തേക്ക് നമുക്ക് വരുന്ന ഒരു ഇൻക്രിമെന്റ്, നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡെവലപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ ഇൻക്രിമെന്റ്, എൻഹാൻസ്മെന്റ് എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? നമുക്ക് പ്രൊമോഷൻ എന്ന് വിളിക്കാം. ട്രാൻസ്ഫർ ഓഫ് എൻ എംപ്ലോയി to a job which pays more money, more എന്താ പറയാ, കൂടുതൽ പൈസ, ശമ്പളം മാത്രമല്ല കൂടുക, and also നമുക്ക് കുറച്ചുകൂടി പ്രിഫേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റസിലേക്ക്. നേരത്തെ ഇന്ന സ്ഥാനത്താണ് ജോലി ചെയ്തത്, ഇപ്പൊ എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി. നേരത്തെ ഞാൻ പ്രിയോൺ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ ഞാൻ ക്ലർക്കായി, അല്ലെങ്കിൽ ഞാനിപ്പോ വേറെ ക്യാഷിലേക്കായി. അങ്ങനെ ആ നിലവിലുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ സാലറി കൊടുക്കുന്ന, കുറച്ചുകൂടി ബെറ്റർ പ്രിഫേർഡ് സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇതിലേക്ക് മാറുന്നതാണ് പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്തിനാണ് എങ്ങനെയാണ് ഈ പ്രൊമോഷൻസ് നടക്കുക, അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷൻ നടത്തുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന പോളിസീസ് എന്തൊക്കെയാ? ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മള് ഒരാളെ എപ്പോഴാണ് പ്രൊമോട്ടഡ് ആക്കുക? ദാറ്റ് മീൻസ് അവരുടെ ലെങ്ത് ഓഫ് സർവീസ് നോക്കും. അതായത് അവരുടെ ജോലിയിൽ അവിടെ എത്ര നാളുകളായി അതേ പൊസിഷനിൽ ജോലി ചെയ്യുന്നു, ആ സർവീസിന്റെ ലെങ്ത് നോക്കിയിട്ട്, എക്സ്പീരിയൻസിന്റെ ലെങ്ത് നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട് പ്രൊമോഷൻ. പിന്നെ നമ്മൾ കൂടുതൽ ഏതെങ്കിലും ആ ജോലിക്ക് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു, പുതിയ ട്രെയിനിങ് സർട്ടിഫിക്കറ്റുകളോ മറ്റു കോഴ്സസോ എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അപ്പൊ അങ്ങനെ
കിട്ടിയതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രൊമോട്ടഡ് ആകാം, അതിന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട്. ഓക്കെ, പിന്നെ നമ്മളുടെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി നോക്കി എത്ര ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററിയിലേക്ക് നോക്കി കഴിയുമ്പോൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ദിനപ്രതി ആള് നല്ല നല്ല രീതിയിലുള്ള ജോലിയാണ്, യാതൊരു രീതിയിലുള്ള എന്താ പറയാ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ ചീറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റു കുഴപ്പമോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ട് എന്ത് ചെയ്യും, പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൊമോഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സർവീസ് നോക്കി, അതുപോലെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സസ് കംപ്ലീറ്റഡ്, പ്രീവിയസ് ഹിസ്റ്ററി, അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് ഒരാളെ പ്രൊമോട്ടഡ് ആകുക. ദാറ്റ് മീൻസ് ഇറ്റ് ഗിവ് വെയിറ്റേജ്. നമുക്ക് എന്താ പറയാ ഈ പറയുന്ന പ്രൊമോഷൻ കിട്ടാനുള്ള ചില വെയിറ്റേജുകളാണ് ഈ പറഞ്ഞത്. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ജോലിക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെയിറ്റേജ്, അതിന് മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ എക്സ്പീരിയൻസ്, ലെങ്ത്, മാത്രമല്ല എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആയിട്ടുള്ള ചില കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പ്രീവിയസ് എക്സ്പീരിയൻസുകൾ, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന പ്രൊമോഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ചില വെയിറ്റേജ്. ഓക്കെ, എന്താണ് പ്രൊമോഷൻ എന്നുള്ളത്, അതിന്റെ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊമോഷന് വേണ്ടി എടുക്കുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ പ്രൊമോഷൻ എന്ന് പറയുന്ന ടോപ്പിക് മൊത്തത്തിൽ വേഗം ബ്രാക്കറ്റ് NB-ലേക്ക് വയ്ക്കാം. പ്രൊമോഷൻ NB നോട്ട് ചെയ്യാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. അടുത്തത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, എന്താ, ഡിമോഷൻ. അപ്പൊ ഡിമോഷൻ എന്തായിരിക്കും? പ്രൊമോഷൻ എന്ന് പറഞ്ഞ സ്ഥാനക്കയറ്റമാണെങ്കിൽ ഡിമോഷൻ എന്ന് പറഞ്ഞ സ്ഥാനം ഇറക്കമാണ്. എന്ന് വെച്ചാൽ ചില ആളുകള് അവർക്ക് കൊടുക്കുന്ന ജോലികൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുക, ഉഴപ്പ് കാണിക്കുക, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങള് ഇതിന്റെ മറവിൽ, ജോലിയുടെ മറവിൽ നിന്നിട്ട് കാണിക്കുക. അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിനോട് ഒട്ടും തന്നെ എന്തില്ല, അവരുടേതായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കാഴ്ചവെക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ജോലി ഇറക്കവും കൊടുക്കാറുണ്ട്, ചില ഒരു പണിഷ്മെന്റ് പോലെയൊക്കെ. കാരണം അത് ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ ആളുടെ സാലറി കുറഞ്ഞു, നേരത്തെ ഉണ്ടായിട്ടുള്ള സ്ഥാനത്ത് നിന്ന് ഇറക്കം കൊടുക്കുമ്പോൾ ചോദിക്കും, ആ സ്ഥാനം ഇറങ്ങുന്നതോടൊപ്പം തന്നെ സാലറിയും കുറയും. അപ്പൊ സാലറി കൊടുക്കും, ഇതൊക്കെ ഒരു പണിഷ്മെന്റിന്റെ ഭാഗമാണ്. കാരണം കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് ദേ ആർ നോട്ട് ഡൂയിങ് പ്രോപ്പർലി. അപ്പൊ സാലറി കുറയും, റെസ്പോൺസിബിലിറ്റീസ് കുറയും, മാത്രമല്ല അവർക്ക് കൊടുക്കുന്ന അവരുടെ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഡൗൺ ആകും. ഇതൊരു എംപ്ലോയീസിനെ കൂടുതൽ വിജിലന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്, അവരുടെ ഡ്യൂട്ടീസിനെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഡിമോഷൻസ് നടത്തുക. ഓക്കെ, അപ്പൊ പ്രൊമോഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ഡിമോഷനും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇടാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? പ്രൊമോഷനും ഡിമോഷനും എന്തെങ്കിലും ഇതുണ്ടോ, സംശയമുണ്ടോ? ഇല്ലല്ലോ, സംശയമുണ്ടോ? വേഗം പറയേ. ഇല്ല, ഇന്ന് നമ്മൾ പഠിച്ച അവിടെ തുടങ്ങി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോയതുകൊണ്ട് നമുക്ക് ഉദ്ദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഇന്ന് പഠിച്ചത് ഇവിടെ തുടങ്ങിയാണ് സ്റ്റെപ്സ് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മുഴുവൻ ഇമ്പോർട്ടന്റ് ആണ്. അത് മുഴുവൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം, അതിനകത്ത് ഓരോ ടെസ്റ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിനുശേഷം ഇന്റർവ്യൂ എന്താണെന്ന് പറഞ്ഞു, ഇന്റർവ്യൂവിന്റെ ടൈപ്സും അതും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൊമോഷനും ഡിമോഷനും കുറച്ചുകൂടി എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചു വന്നത്. സെപ്പറേഷൻ C പേജ് കൂടി എടുക്കണമായിരുന്നു, പക്ഷെ ടൈം ഈസ് ഓവർ. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടൊക്കെ വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.